ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് വിശ്വസിക്കുന്ന കുറേ പേർ. അവരുടെ ആവേശത്തിന് കാരണം എവിടെയൊക്കെയോ ഉള്ള റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്ന ഈ ജൂൺ 4-ന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് നരേന്ദ്രമോദി അല്ലെന്നും ബൈ ബൈ മോദി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ റീൽസുകളും പ്രസംഗങ്ങളുമൊക്കെ കേട്ടാണ് ആവേശം കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് BJP ആകട്ടെ 400-ൽ നിന്ന് താഴേക്ക് വന്നെങ്കിലും ഒരു കാരണവശാലും അധികാരം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവില്ലെന്നും 300-ന് മേലെ സീറ്റ് പിടിച്ച് അധികാരത്തിൽ സ്വസ്ഥമായി തുടരുമെന്നുമാണ് അവരുടെ അണികൾ പറയുന്നത്. എന്നാൽ ഇത് രണ്ടും വിലയിരുത്തുമ്പോൾ യഥാർത്ഥ ബാറ്റിൽ ഫീൽഡുകളായി മാറുന്നത് 3 സംസ്ഥാനങ്ങളാണെന്നതാണ് ഒരു സത്യം. പശ്ചിമ ബംഗാൾ, UP, മറ്റൊന്ന് മഹാരാഷ്ട്ര. ഈ സംസ്ഥാനങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിധിയെഴുത്തായി മാറാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിലപാടുകൾക്കും അത്തരം പ്രസംഗങ്ങൾക്കുമൊക്കെ വലിയ പ്രസക്തി BJP നേതൃത്വം കാണുന്നത്. അതുകൊണ്ടാണ് വളരെ ആലോചിച്ച് ക്രമപ്പെടുത്തിയതുപോലെ ഇലക്ഷൻ സമയം ക്രമീകരിക്കുമ്പോൾ ആദ്യത്തെ ഫേസിൽ സൗത്ത് ഇന്ത്യ മുഴുവൻ തീർക്കുകയും പിന്നീട് നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ കാര്യങ്ങൾ അതിനനുസരിച്ച് രൂപപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഇലക്ഷൻ ഡേറ്റുകൾ തീരുമാനിച്ചതിൽ പോലും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ പശ്ചിമ ബംഗാളിലെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പശ്ചിമ ബംഗാളിൽ നമുക്കറിയാവുന്നതുപോലെ TMCയുടെ മമതാ ബാനർജി നേതൃത്വം നൽകുന്ന പാർട്ടിയും കോൺഗ്രസും CPMും ചേരുന്ന ഒരു മുന്നണിയും മറുവശത്ത് BJPയുമാണ് മത്സരിക്കുന്നത്. അവിടെ നമ്മുടെ ഒവൈസിയുടെ പാർട്ടി അവിടെയായി നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി അവിടുത്തെ മുസ്ലിം സമുദായം സ്വീകരിച്ച നിലപാടിൽ നിന്ന് വലിയ മാറ്റമുണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല എന്നതാണൊരു സ്ഥിതിവിശേഷം. മമതാ ബാനർജി ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘാടകയായിട്ടാണ് ആദ്യം രംഗത്ത് വന്നതെങ്കിലും പിന്നീട് അവർ പല വാദങ്ങൾ ഉയർത്തി നിതീഷിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് അവർ ക്രമേണ ഇന്ത്യ മുന്നണിക്ക് പുറത്തുപോയി. യഥാർത്ഥത്തിൽ അവർ പുറത്തുപോയത് അവരുടെ നിലനിൽപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണെന്നാണ് ഇന്ത്യയിലെ പ്രമുഖരായ മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ അടക്കം പറയുന്നത്. കാരണം ഇന്ത്യ മുന്നണിയിൽ ചേരാതിരിക്കണമെന്ന നിർദ്ദേശം BJPയിൽ നിന്ന് ലഭിച്ചത് 3 നേതാക്കൾക്കായിരുന്നത്രേ. അരവിന്ദ് കെജ്രിവാൾ, മായാവതി, അതോടൊപ്പം തന്നെ ബംഗാളിലെ മമതാ ബാനർജി. അവരോട് 3 പേരോട് പറയാൻ കാരണം മായാവതിയെ സംബന്ധിച്ചിടത്തോളം നിരവധി കേസുകളുണ്ട്. എന്നാൽ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ കേസുകളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ അന്നത്തെ സമയത്ത്. മമതയെ സംബന്ധിച്ച് നേരിട്ട് കേസില്ലെങ്കിലും മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയെ സംബന്ധിച്ച് ധാരാളം കേസുകൾ ശാരദ ചിട്ടി തട്ടിപ്പ് കേസുമൊക്കെയായി ബന്ധപ്പെട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ സംഘാടക കൂടിയായിരുന്ന മമതാ ബാനർജിക്ക് മാറാനാകാത്ത ഒരു സ്ഥിതി വന്നെങ്കിലും അവരൊരു വിഷയമുണ്ടാക്കി. ചിലപ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കുന്നത് പോലെ കോൺഗ്രസ് അവസാനം 3-4 സീറ്റ് ആവശ്യപ്പെട്ടിട്ട് പോലും കൊടുക്കാത്തവണ്ണം അവരും മാറി മത്സരിച്ചു. അങ്ങനെ മാറി മത്സരിച്ച് നിന്നത് ദോഷമാണെന്ന് ഒരുപാട് പേർ വിലയിരുത്തുമ്പോൾ നമ്മുടെ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ധനകാര്യമന്ത്രിയുടെ ഭർത്താവ് പരകാല പ്രഭാകരൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അത് ഗുണകരമാണെന്നാണ്. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാൾ ബാറ്റിൽ ഫീൽഡിന് വലിയ പ്രാധാന്യം കൈവരുന്നത്. BJPക്ക് ആന്തരിക കണക്കെടുപ്പിലൊക്കെ ഹിന്ദി ഹൃദയഭൂമിയിൽ നഷ്ടപ്പെടുന്ന കുറച്ച് സീറ്റുകളെ സംബന്ധിച്ച് അവർക്ക് ധാരണയുണ്ട്. ആ ധാരണ അവർക്ക് നികത്താൻ വേണ്ടി ലക്ഷ്യം വെച്ചിരുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ വേണ്ടത്ര നേട്ടം കൈവരിക്കാനാവില്ല എന്ന് അവർക്കിപ്പോൾ തന്നെ ബോധ്യമുണ്ട്. എന്ന് മാത്രവുമല്ല, കഴിഞ്ഞ വർഷം കിട്ടിയ സീറ്റുകൾ അത്രയും പോലും കിട്ടാത്ത സ്ഥിതിവിശേഷവുമുണ്ട്. പിന്നീട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അവർ കണ്ടിരുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമ ബംഗാൾ. അവിടെ 18 സീറ്റുകളാണ് കഴിഞ്ഞ തവണ BJPക്ക് ലഭിച്ചത്. എന്നാൽ ആ പ്രകടനം അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ അവർക്ക് ആവർത്തിക്കാനായില്ല. 18 സീറ്റ് ലഭിച്ച ഒരു പാർട്ടിക്ക് ആനുപാതികമായ അസംബ്ലി സീറ്റുകൾ കിട്ടിയില്ല എന്നതാണൊരു വസ്തുത. ഇവിടെ പ്രധാനമായും ഉണ്ടാകുന്ന ഒരു ചോദ്യം, ഈ 18 എന്ന് പറയുന്ന സ്ഥിതിഗതി BJPക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, അല്ലെങ്കിൽ അത് താഴേക്ക് പോകുമോ? അതിൽ മഹാഭൂരിപക്ഷം മാധ്യമപ്രവർത്തകരുടെയും അഭിപ്രായം ഈ 18ൻ്റെ പരിസരത്തല്ലാതെ അതിൽ നിന്ന് വല്ലാതെ മുന്നോട്ട് പോകാൻ BJPക്ക് കഴിയില്ല എന്നതാണ് അധികം ആളുകളും പറയുന്നത്. പരകാല പ്രഭാകരനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ഈ TMCക്ക് പകരമായി ഒരു 3ാം ബദലായി CPMും കോൺഗ്രസും ഉണ്ട് എന്നുള്ളത്
ഈ TMC വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് തടയപ്പെടുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. എന്ന് വെച്ചാൽ മമതയോട് താല്പര്യമില്ലാത്ത വോട്ടുകൾ, അവിടെ ഒരു മൂന്നാം മുന്നണി അല്ലെങ്കിൽ ഒരു മൂന്നാം സഖ്യം കോൺഗ്രസും CPMഉം ഇല്ലായിരുന്നെങ്കിൽ അത് BJPയിലേക്ക് പോകുമായിരുന്നു, BJPക്ക് ഗുണകരമാകുമായിരുന്നു. എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ അവിടെ വോട്ടുകൾ, ഈ മമതാ വിരുദ്ധ വോട്ടുകൾ അത് ഭിന്നിക്കുന്നത് BJPക്ക് ദോഷമാകും എന്നാണ് പറയുന്നത്. ഏതായാലും പശ്ചിമ ബംഗാളിൽ BJPയുടെ സീറ്റുകൾ വല്ലാതെ താഴേക്ക് പോയാൽ അത് വീണ്ടും ദേശീയ തലത്തിൽ അവരുടെ ഭൂരിപക്ഷത്തെ അല്ലെങ്കിൽ അവർക്ക് അധികാരത്തിലെത്താനുള്ള സാധ്യതയ്ക്ക് കൂടുതൽ വിലങ്ങുതടിയാവും. എന്നാൽ അത് വല്ലാതെ വർദ്ധിച്ചാൽ അവർക്ക് ഗുണകരമായി മാറുകയും ചെയ്യും. ഇലക്ഷൻ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ വോട്ടെടുപ്പിൻ്റെ കണക്കുകളിലുള്ള വ്യതിയാനം മനസ്സിലാക്കുന്ന കൗശലക്കാരിയായ മമതാ ബാനർജി അവർ ഇന്ത്യ ബ്ലോക്കിനൊപ്പമാണ് എന്ന് ഇടയ്ക്കിടെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മമതാ വിരുദ്ധനായ അധീർ രഞ്ജൻ ചൗധരി അടക്കമുള്ളവർ മമതയെ വല്ലാതെ വിമർശിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ വിലക്കിയിട്ടുമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇലക്ഷൻ്റെ ഫലം ഗുണകരമാവുമെങ്കിൽ മമത ഇന്ത്യ ബ്ലോക്കിനോടൊപ്പം ചേരുമെന്നും അല്ലെങ്കിൽ ഈ ഒറ്റപ്പെട്ട നിലപാടുകളും വിമർശനങ്ങളുമായി തൻ്റെ രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്തുമെന്നാണ് പറയപ്പെടുന്നത്. അവിടുത്തെ ഫലം എന്താണോ അത് പ്രധാനമായും ദേശീയ രാഷ്ട്രീയത്തെ ബാധിക്കും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. അതറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടിയും വരും.